ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പോൾ ഞാനിവിടെ വലിയ കൂന്തൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ബ്രൗൺ കളറിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ, അതൊന്ന് റിമൂവ് ചെയ്യണം. ഇത് ഫ്രഷായിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. പഴകിയതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് കളയാൻ പറ്റും. ഇപ്പോൾ പുതിയതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. എന്നാലും നമ്മളെല്ലാം ക്ലീനാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കുഴൽ പോലെയുള്ളൊരു പൈപ്പ് ഉണ്ടല്ലോ, അതെടുത്ത് കളയണം. പിന്നെ കൂന്തലിൻ്റെ അകംഭാഗം വൃത്തിയാക്കാൻ നമുക്ക് ശരിക്കും കൈയെത്തില്ല. അതുകൊണ്ട് തന്നെ സ്പൂണിൻ്റെ ഈ കടഭാഗം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചുരണ്ടി ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റെല്ലാം കളയണം. ഇപ്പോൾ കളയുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇതിൻ്റെ നരയും പതയും വേസ്റ്റും ഒക്കെ നമുക്ക് ഇങ്ങനെ എടുത്താൽ കിട്ടും. ഇതിൻ്റെ താഴെ ഭാഗം ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പൂഴിയൊക്കെ ഉണ്ടാവും. ആ പൂഴിയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ തന്നെ എടുക്കേണ്ടി വരും. പിന്നെ സ്പൂൺ കൊണ്ട് കിട്ടാത്ത ഭാഗം കൈ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതെല്ലാം ക്ലീൻ ചെയ്യാണ്ട് കറി വെച്ചാൽ കറിക്കൊരു ബാഡ് സ്മെല്ല് വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കുറവായിരിക്കും. ഇപ്പോൾ ഏകദേശം നല്ല പോലെ വൃത്തിയായി വന്നിട്ടുണ്ട്. ഇത് വലിയ സൈസിലുള്ള കൂന്തലാണ്. എൻ്റെ കൈപ്പത്തി ഉണ്ടല്ലോ, ആ ഒരു നീളത്തിലാണ് ഇപ്പോൾ തലയെല്ലാം എടുത്തതിന് ശേഷമുള്ളത്. ഇത് 1/2 കിലോ കൂന്തൽ 6 എണ്ണമാണുള്ളത്. ഇനി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. തല പൊട്ടിച്ചെടുക്കുന്ന സമയത്തിൽ സാവധാനം വലിച്ചെടുക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ പുറത്തുള്ള സ്കിന്നെടുത്ത് കളയണം. പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം കാണിച്ചു തരാം. കണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ചിലയിൽ 1-2 മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്ത് കളയണം. അപ്പോൾ ഇത് കൊത്തി കഴിച്ച ഭക്ഷണം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ കറി കൂട്ടാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ സ്പൂണ് കൊണ്ട് ഇളക്കി നമ്മൾ കുത്തി ഇതെടുക്കണം. കുറേ നരയും പതയും വേസ്റ്റും പൂഴിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ പൂഴിയിലുണ്ടെങ്കിൽ തീരെ മാറിക്കിട്ടും. ഇനി നമുക്ക് തല ക്ലീൻ ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗം, അവിടെ വേസ്റ്റ് കാഷ്ടം ഉണ്ടാവും. പിന്നെ മഷി, ആ മഷി പൊട്ടിപ്പോയാൽ ക്ലീൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അറിയാണ്ട് നമ്മൾ കറിയില്ല മറ്റോട്ടാൽ പിന്നെ ആ കറി കൂട്ടാനും പറ്റില്ല. പിന്നെ മഷി പൊട്ടിയാൽ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ജോലിയുണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ല. കണ്ടല്ലോ ഇപ്പോൾ വീഡിയോ. ഇനിയിപ്പോൾ തലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയും നേരെ സ്കിന്നുണ്ട്, അതും റിമൂവ് ചെയ്യണം. ഈ പാടെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യേണ്ടത് ഈ കണ്ണിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, 2 സൈഡായിട്ട് കണ്ണ് വരും. അതിൻ്റെ മിഡിൽ ഭാഗത്ത് കത്തി കൊണ്ടൊന്ന് വരഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു ബോൾ പോലെയുള്ള സാധനം കിട്ടും. നല്ല ഹാർഡായിട്ടുള്ള സാധനമാണ്. അതും എടുത്ത് കളയണം. പിന്നെ 2 കണ്ണും എടുത്ത് കളയണം. ഇതിങ്ങനെ കട്ട് ചെയ്താൽ കണ്ണും നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതും കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ കണ്ടല്ലോ. പിന്നെ ആ ഭാഗത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു ഐറ്റം ഉണ്ട്, അതും നമ്മളെടുത്ത് കളയണം. പിന്നെ ഇതൊക്കെ കാഷ്ടമാണ്, അപ്പോൾ അതെല്ലാം കളയണം. അതൊന്നും നിങ്ങൾ അതിൻ്റെ പാർട്സ് ആണെന്ന് വിചാരിച്ച് കറിക്ക് ഇട്ട് കളയരുത്. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കൂന്തലിൻ്റെ തല എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പോലെയുള്ള ഒരു സാധനം ഉള്ളത്. അതിങ്ങനെ കത്തി വെച്ചിട്ട് പീസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തല ക്ലീൻ ചെയ്യുന്നത്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണിത്. ഈ വള്ളി ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗം ഒരു ഇങ്ങനെ പല്ല് പോലെ ഒന്ന് കാണും. അതും കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നല്ലപോലെ 4-5 പ്രാവശ്യം പൈപ്പിൻ്റെ ചോട്ടിൽ പോയി കഴുകിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.